നമസ്കാരം. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവവും അതിശയിപ്പിക്കുന്നതുമായ ഒരു കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. ഭൂമിയിൽ നിന്ന് ഏകദേശം 440 കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീമാകാരമായ ഒരു ജോഡി ബ്ലാക്ക് ഹോളുകളെ നമ്മുടെ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ സൂര്യൻ്റെ പിണ്ഡത്തേക്കാൾ 60 ബില്യൺ മടങ്ങ് അധികമാണ് ഈ രണ്ട് രാക്ഷസ തമോഗർത്തങ്ങളുടെയും കൂടി ആകെ പിണ്ഡം എന്ന് കണക്കാക്കിയിരിക്കുന്നു. പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ രണ്ടാമത്തെ തമോഗർത്ത ജോഡിയേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ഈ പുതിയ കൂട്ടുകെട്ടിന്. അബൽ 402 BCG എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഗാലക്സിയുടെ മധ്യഭാഗത്ത് നക്ഷത്ര വെളിച്ചം ഒട്ടുമില്ലാത്ത ഏതാണ്ട് 3200 പ്രകാശവർഷം വിസ്തൃതിയുള്ള കടുത്ത ഇരുണ്ട മേഖലയിലാണ് ഈ തമോഗർത്തങ്ങൾ ഒളിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2018 തന്നെ ശാസ്ത്രജ്ഞർ ഈ ഗാലക്സിയിലെ അസാധാരണമായ ഈ ഇരുണ്ട ഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രപഞ്ചത്തിലെ കനത്ത പൊടിപടലങ്ങൾ കാരണം നക്ഷത്രങ്ങളുടെ വെളിച്ചം പുറത്തേക്ക് വരാത്തത് കൊണ്ട് അവിടെ ഇരുട്ട് പടർന്നിരിക്കുന്നു എന്നായിരുന്നു അക്കാലത്ത് ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ ജെയിംസ് വെബ് ബഹിരാകാശ ടെലസ്കോപ്പിൽ നിന്നും യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയുടെ വെരി ലാർജ് ടെലസ്കോപ്പിൽ നിന്നും ലഭിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ആ ധാരണയെ തിരുത്തിക്കുറിച്ചു. ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനങ്ങൾ പ്രകാരം ഈ പ്രദേശം പൊടിപടലങ്ങൾ നിറഞ്ഞതല്ല, മറിച്ച് നക്ഷത്രങ്ങൾ പൂർണ്ണമായും ഇല്ലാത്ത ഒരു ശൂന്യമേഖലയാണ്. ഈ ശൂന്യതയ്ക്ക് കാരണം പരസ്പരം ചുറ്റിക്കറങ്ങിക്കൊണ്ട് ലയിക്കാൻ പോകുന്ന രണ്ട് അതിഭീമൻ തമോഗർത്തങ്ങളുടെ സാന്നിധ്യമാണെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. പ്രപഞ്ചത്തിലെ ഗാലക്സികൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള എല്ലാ ഘടകങ്ങളും തമോഗർത്തങ്ങൾ ഉൾപ്പെടെ ഒന്നിച്ചു ചേരാൻ തുടങ്ങും. ശക്തമായ ഗുരുത്വാകർഷണം കാരണം ഈ ഗാലക്സികളുടെ കേന്ദ്രത്തിലുള്ള തമോഗർത്തങ്ങൾ പരസ്പരം അടുത്തേക്ക് വരികയും ഒടുവിൽ ഒന്നായി മാറുകയും ചെയ്യും. ഈ പ്രക്രിയക്കിടയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഗുരുത്വാകർഷണ വലിവ് കാരണം ചുറ്റുമുള്ള നക്ഷത്രങ്ങളെല്ലാം ഈ മധ്യഭാഗത്തു നിന്നും ദൂരേക്ക് തെറിച്ചു പോകും. അബൽ 402 BCG എന്ന ഗാലക്സിയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. മുമ്പെപ്പോഴോ മറ്റൊരു ഗാലക്സിയുമായി നടന്ന കൂട്ടിയുടെ ഫലമായിട്ടാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ജ്യോതിശാസ്ത്രജ്ഞരായ മൈക്കൽ മാക്ഡൊണാൾഡും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കണക്കാക്കുന്നത് ഈ തമോഗർത്തങ്ങൾ പരസ്പരം അടുക്കാൻ തുടങ്ങിയിട്ട് ഏതാനും കോടി വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. ജ്യോതിശാസ്ത്രത്തിലെ അളവ് കോലുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചുരുങ്ങിയ കാലയളവാണ്. എന്നാൽ ഈ തമോഗർത്തങ്ങളുടെ ഈ നൃത്തം അധികകാലം നീണ്ടു നിൽക്കില്ല. ഭാവിയിൽ ഇവ രണ്ടും ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ ഭീമൻ തമോഗർത്തമായി മാറും. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ തമോഗർത്തങ്ങൾ ഒന്നായി മാറാനാണ് സാധ്യത. സൂര്യൻ്റെ 60 ബില്യൺ മടങ്ങ് പിണ്ഡമുള്ള ഒറ്റപ്പെട്ട തമോഗർത്തങ്ങൾ പ്രപഞ്ച ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ തമോഗർത്തങ്ങളുടെ ഭീമമായ വലിപ്പവും അവ ലയനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് എന്നതുമാണ് ഈ കണ്ടെത്തലിനെ സവിശേഷമാക്കുന്നത്. ഇത്തരം കൂട്ടിടികൾ എത്രത്തോളം തവണ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നും അവ ചുറ്റുമുള്ള ഗാലക്സികളുടെ ഘടനയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ടെന്നും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ പുതിയ നിരീക്ഷണങ്ങൾ ശാസ്ത്രലോകത്തെ സഹായിക്കും. വെബ് ഡെസ്ക് തത്വമയി TV.